ഹായ് ഫ്രണ്ട്സ്, പാഠപുസ്തകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രീവിയസ് LGS ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. 2023 നടന്ന എക്സാമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെയാണിത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേരെന്താ? വാഴക്കുല എഴുതിയത് ആരാ? ഓപ്ഷൻ സി, ചങ്ങമ്പുഴയാണ് വാഴക്കുല എഴുതിയത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ദേശീയ പക്ഷി ഏതാണ്? ഓപ്ഷൻ ഡി, മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ദേശീയ പക്ഷി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അടുത്ത ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് നടക്കുന്നത്? 2024 ഒളിമ്പിക്സാണ് അവർ ഉദ്ദേശിച്ചത്. ബി, പാരീസിലാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ബി, വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലം ഏത്? APJ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലമാണ് ഓപ്ഷൻ സി, രാമേശ്വരം. അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ, ചാൾസ് ബാബേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? ശ്രീലങ്കയുടെ തലസ്ഥാനമാണ് ഓപ്ഷൻ ഡി, കൊളംബോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. മാരുതി ഉദ്യോഗ്, അമുൽ, ഓയിൽ ഇന്ത്യ, റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവയിൽ നിന്ന് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. ഇതിൽ നിന്ന് സഹകരണ വ്യവസായത്തിൽ ഉൾപ്പെടുന്നത് രണ്ടാമത്തെ അമുൽ മാത്രമാണ്. അപ്പോൾ 2 വരുന്ന ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സൂചനകൾ ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ യാർക്സ് ലിമിറ്റഡ്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. മേൽ സൂചനകളിൽ നിന്ന് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ ഇത് രണ്ടും തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ രണ്ടും ശരിയല്ല എന്നുള്ളതാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇത് ശരിയായിട്ട് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ, അതാണ് ടിസ്കോ. അടുത്ത, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് റഷ്യയുടെ സഹായത്തോടെ അല്ല നിർമ്മിച്ചത്. റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മിച്ചത് ജർമ്മനിയുടെ സഹായത്തോടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശിക പദത്തിൻ്റെ പേര് തിരിച്ചറിയുക. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിൻ്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഇത് മൂന്നും കൂടെ ചേരുന്ന ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി, ലൂ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാമെന്ന് തിരിച്ചറിയുക. ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖ, ഭൂമധ്യ രേഖ, ദക്ഷിണായന രേഖ, ആർട്ടിക് വൃത്തം. ഇതിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖ മാത്രമാണ്. അപ്പോൾ 1 മാത്രമെന്ന ഓപ്ഷനാണ് ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. മഹാനദി, പെരിയാർ, താപ്തി, ലൂണി. മേൽ സൂചനയിലെ നദികളിൽ നിന്ന് അറബിക്കടലിൽ പതിക്കുന്നവ കണ്ടെത്തുക. അറബിക്കടലിൽ പതിക്കുന്ന 2 നദികളാണ് പെരിയാറും താപ്തിയും. അപ്പോൾ ഓപ്ഷൻ അല്ല, പോയിന്റ് 2ഉം 3ഉം ആണ്. 2ഉം 3ഉം വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖലയാണ് ഡൽഹി മെട്രോ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിയത് എവിടെ നിന്ന് എവിടെ വരെയാണ്? ന്യൂഡൽഹി മുതൽ വാരണാസി വരെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഓപ്ഷൻ എ, ബംഗ്ലാദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത്. ദേശീയ ജലപാത 2 ആണ്. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. നവശേവ, പാരദീപ്, ഹാൽഡിയ, കണ്ട്ല. ഇവയിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. പശ്ചിമ തീര തുറമുഖങ്ങൾ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ്? നവശേവ എവിടെയാണ്? മഹാരാഷ്ട്ര. കണ്ട്ല ഗുജറാത്ത്. അതിൽ 1ഉം 4ഉം ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ആൻസർ. പാരദീപ് കിഴക്കൻ തീരപ്രദേശത്ത് വരുന്നതാണ്. പാരദീപ് ഒഡീഷ, ഹാൽഡിയ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതാണ് നവംബർ 26.
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയത്? ഓപ്ഷൻ ബി 2013 ഇന്ത്യൻ പാർലമെൻറ്റ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൻ്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഓപ്ഷൻ എ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭാഗം 4A ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനുച്ഛേദം 19 ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നതെന്ന്? ലോക മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് 1930 ഉപ്പു സത്യാഗ്രഹം നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ഓപ്ഷൻ ബി ചെമ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീലഗ്രഹം, ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം, ഒരേ ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ, ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം. ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് എ, ബി, സി. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ നീല നിറമുള്ള ഗ്രഹമാണ് ഭൂമി. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹവും ഭൂമിയാണ്. ഭൂമിക്ക് ഒരേ ഒരു ഉപഗ്രഹം മാത്രമേ ഉള്ളൂ, ചന്ദ്രൻ. അടുത്ത് 2 പോയിൻ്റ് കൂടെ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്, ഭൂമിയല്ല. ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് ശുക്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി പാലക്കാട് ജില്ലയിലാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഓപ്ഷൻ ബി മംഗൾ പാണ്ഡെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ? അലിഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ചത് ഓപ്ഷൻ എ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോറാണ്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ 2 അറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബുദ്ധമത കേന്ദ്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങളെ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അതിൻ്റെ ഉത്തരം ഇതിനകത്തില്ല. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയ ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏത്? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? കേസരി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ? സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഇതിൽ ഓപ്ഷൻ ഡി ആണ് 1ഉം 2ഉമാണ് ശരിയായത്. സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് അന്നപൂർണ പദ്ധതി. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത? ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആരാണ്? ഓപ്ഷൻ ബി ആനി ബസന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാള നാവികനാണ്? ഓപ്ഷൻ സി അഭിലാഷ് ടോമി. 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാള നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? ബി ആർ അംബേദ്കർ. ഓപ്ഷൻ എ ആണ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത്? പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്ന സംഘടന സ്ഥാപിച്ചത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? ഓപ്ഷൻ ഡി മിന്നുമണിയാണ് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളതും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. സബ്സിഡി കുറയ്ക്കുക. അപ്പോൾ ഇതിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. 1, 2, 3 ശരിയാണ്. പോയിന്റ് ഒന്നുകൂടെ നോക്കാം. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളതും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? വില്ലുവണ്ടി സമരം ആരാണ് നടത്തിയത്? ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൻ്റെ രചയിതാവ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് ആരാണ്? സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? കേരള നിയമസഭാ സ്പീക്കർ ഓപ്ഷൻ എ എം.എൻ. ഷംസീർ ആണ് കേരള നിയമസഭാ സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശമാണ്? ഓപ്ഷൻ ഡി കുട്ടനാട്. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ഓപ്ഷൻ സി ജഹാംഗീർ ആണ് അങ്ങനെ പറഞ്ഞത്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞത് ജഹാംഗീർ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ഓപ്ഷൻ ബി സ്റ്റേപ്പീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പോഷക ഘടകത്തിൻ്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗമുണ്ടാകുന്നത്? സ്കർവി എന്ന രോഗമുണ്ടാകുന്നത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ രോഗകാരി? എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഓപ്ഷൻ സി ബാക്ടീരിയയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ്? ഓപ്ഷൻ എ മൃതസഞ്ജീവനി. മൃതസഞ്ജീവനി പദ്ധതി എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്ത ക്വസ്റ്റ്യൻ, വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ്? എന്താണ്? ജലദോഷം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 1972 അമേരിക്കൻ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം? DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലൻറ്റ് സ്പ്രിംഗ്. ആരാണ് എഴുതിയത്? റേച്ചൽ കാർസൺ. താഴെ തന്നിരിക്കുന്നതിൽ ശങ്കര ഇനം പാവൽ ഏതാണ്? ശങ്കര ഇനം പാവൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പ്രിയങ്ക. അടുത്ത ക്വസ്റ്റ്യൻ, ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയെ എന്ത് പറയുന്നു? ഓപ്ഷൻ ഡി എപ്പികൾച്ചർ എന്നാണ് തേനീച്ച വളർത്തലിനെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ എ സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 4 പോയിന്റ് ഉണ്ട്, അത് വായിക്കാം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും.
എല്ലാ പദാർത്ഥവും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. രാസപ്രവർത്തനത്തിന് ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പോൾ ഇതിനകത്ത് നിന്ന് ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ ശരിയായത് എന്താ? ഓപ്ഷൻ സി ആണ് ആൻസർ. 2, 3 ശരിയായത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് കേട്ടോ. പീരിയഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഇടത്തുനിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഓക്സിജൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിനകത്ത് ഓക്സിജനുമായി ബന്ധപ്പെട്ടത് ശരിയായത് ഓപ്ഷൻ ഡി ആണ്. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഇത് 3 ഓക്സിജൻ്റെ പ്രത്യേകതകൾ. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. അലുമിനിയത്തിൻ്റെ അയിര് ഡേഷ് ആണ്. അലുമിനിയത്തിൻ്റെ അയിര് എന്താ? ബോക്സൈറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കാഡ്മിയം സൾഫേറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം എന്ത്? കാഡ്മിയം സൾഫേറ്റ് ഗ്ലാസിന് കൊടുക്കുന്ന നിറം ഓപ്ഷൻ എ മഞ്ഞയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ മാസുമായി ബന്ധപ്പെട്ട് ശരിയായത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. അപ്പോൾ 1, 2, 3 ഒന്നുകൂടെ നോക്കാം. പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ ആകെ അളവാണ് മാസ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മാസ് സ്ഥിരമായിരിക്കും. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുന്നവർ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കോൺവെക്സ് ദർപ്പണം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഊർജത്തിൻ്റെ യൂണിറ്റ് ആണ്. ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഓപ്ഷൻ സി ആണ്. ജൂൾ ആണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വികിരണം വഴിയുള്ള താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. ഇതിൽ വികിരണം വഴിയുള്ള താപപ്രേക്ഷണമാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 80 സി ആണ് ആൻസർ. 3ാമത്തെ പ്രസ്താവനയാണ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നതാണ് വികിരണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ബാക്കി 20 മാത്സ് ആണ്. അത് പറയുന്നില്ല. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി LGSൻ്റെ പ്രിലിംസിന് മെയിൻസ് എക്സാം എഴുതാൻ പോവുക കേട്ടോ.